അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിയിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ബത്തൂൽ എന്തായിരിക്കും നമ്മുടെ ഷെഫി ഉസ്താദിനോട് പറയാൻ വേണ്ടി കരുതുന്നതെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് കേട്ടോ. വളരെയധികം ശരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വേദനാജനകമായൊരു വാർത്ത കേൾക്കാനിടയായിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മക്കളൊക്കെ നേരം വെളുത്താൽ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളാണല്ലോ അല്ലേ. പക്ഷെ തിരിച്ചു വരുന്ന നമുക്കൊരു പ്രതീക്ഷയില്ല. അതെ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. പക്ഷെ തിരിച്ചു വരുന്നത് നമ്മുടെ മക്കൾ, അതെ, ഒരു പക്ഷേ കഫം പുടവയിലാണെങ്കിലോ നമുക്ക് സഹിക്കാൻ കഴിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുപോലെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ടൊക്കെ വേദനാജനകമായൊരു സംഭവം വാർത്ത കേട്ടപ്പോൾ അറിയാതെ നമ്മളെ മക്കളാണ് ആലോചിച്ച് പോയത്. റബ്ബേ പഠിച്ചോനെ, അങ്ങനത്തെ വിഷമങ്ങളൊന്നും തരില്ല അല്ലാ. ആ മാതാപിതാക്കളുടെ പൊന്നു മോളാണ് പോയത്. ആ മോൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷേമം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ പൊന്നുമോള് അതാ നാഥനിലേക്ക് വിട പറഞ്ഞ് അല്പസമയം കൊണ്ട് തന്നെ പ്രിയപ്പെട്ട പിതാവും അതാ അള്ളാഹുവിലേക്ക് മടങ്ങുകയായിരുന്നു. രണ്ടുപേരും സ്കൂട്ടറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട് അത് താഴ്ചയിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോടിലെ വെള്ളിമാട് കുന്നിൽ ആണ് ഈ ഒരു സംഭവം. പിതാവും മകളും കൂടെയായിരുന്നു സ്കൂട്ടറിൽ പോയിരുന്നത്. എന്നാൽ ഒരു കൊടും വളവിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് താഴ്ചയിലുള്ള വീടിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടം. തലക്കുളത്തൂർ സ്വദേശികളാണ് മരിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ പൊന്നുമോള് പഠിക്കുന്നത് വെള്ളിമാട് കുന്ന് JDD ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 19 വയസ്സുള്ള ഫാത്തിമ നേഹ എന്ന പേരുള്ള വിദ്യാർത്ഥിയാണ്. പിതാവിന് ആദ്യം ഗുരുതരമായി പരിക്കേൽക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ പിതാവും മകളും ഒരുമിച്ചങ്ങ് യാത്രയാവുകയാണ് ചെയ്തത്. വളരെയധികം അപകടമായ രീതിയിലുള്ള ഒരു റോഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര താഴ്ചയാണ്. എന്തൊക്കെ തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അവിടെ നിന്ന് മറിഞ്ഞ് ഒരു വീടിൻ്റെ മുകളിലേക്ക് പതിച്ച് അങ്ങനെ അത്യധികം ദാരുണമായിട്ട് മരണപ്പെട്ട വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നു മകൾക്കും ആ ഉപ്പാക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കതല്ലേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അവരെ കാത്തിരിക്കുന്നൊരു മാതാവുണ്ടാവും, അനിയത്തികളുണ്ടാവും, അനിയന്മാരുണ്ടാവും. എന്തായാലും അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കു റഹ്മാനെ. ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഇൻഷാ അല്ലാഹ് കഥയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അതാ നമ്മുടെ പ്രിയപ്പെട്ട ബത്തൂലിൻ്റെ ഹൃദയം, അതെ, അവൾ വളരെയധികം ലോല ഹൃദയക്കാരിയാണ്. ആരോടും കടുംവാശിയോ അല്ലെങ്കിൽ കടുംപിടുത്തമോ ഇല്ല. വളരെയധികം നല്ല സ്നേഹത്തോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് അതെ നല്ലൊരു ജീവിതം നയിക്കുകയാണ് നമ്മളുടെ സഹർ ബത്തൂല്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവൾക്കൊരു കാര്യം പറയുവാനുണ്ട്. അതിനുവേണ്ടി അവൾ ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം ആ കുഞ്ഞിനെയും ആ സീനത്തിൻ്റെ കരച്ചിലും കൂടെ കണ്ടപ്പോൾ ശരിക്കും അവൾക്ക് വല്ലാത്തൊരു ദയ തോന്നുകയായിരുന്നു സീനത്തിനോട്. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയാണല്ലോ ഇവർ. അതെ, അവരവരുടെ എന്തോ ഒരു തെറ്റുകൊണ്ട് ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തൊക്കെ തന്നെയാലും അള്ളാഹു ഏറ്റവും കാരുണ്യവാനാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ക്ഷമിക്കുമല്ലോ. അതുകൊണ്ട് പൊറുക്കലിനെ തേടി അവർ അത്രയും കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവരെ അങ്ങ് ഏറ്റെടുക്കാൻ പറഞ്ഞാലോ. എന്നാൽ അവരുടെ കണ്ണീര് കാണണ്ടല്ലോ. അങ്ങനെ അതാ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഷെഫി ഉസ്താദ് തൻ്റെ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ച് വിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ്മയുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തിട്ട് അവൻ വിതുമ്പിപ്പോയി. മോനെ, ഉമ്മൻ്റെ കുട്ടി കരയല്ലേ. എന്തൊക്കെ തന്നെയാലും പെറ്റുമ്മാരുണ്ടാവുമ്പോൾ അവർ തന്നെയല്ലേ കുഞ്ഞിനെ പാല് കൊടുക്കാനൊക്കെ നല്ലത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നു കുട്ടിനെ. ഇതിപ്പോൾ ആ കുട്ടിയെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. എന്നാൽ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഷെഫി ഉസ്താദ്.
സീനത്തിനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നായിട്ടല്ല. പക്ഷേ എന്ത് അല്ലാ, അങ്ങനെയതാ ശരിക്കും സീനത്തും കരയുകയായിരുന്നു. അത് തൻ്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ഒന്ന് ഷെഫി ഉസ്താദിൻ്റെ കാൽക്കൽ വീണ് ഒന്ന് മാപ്പ് പറഞ്ഞാലോ എന്ന്. ഒന്നിനുമല്ല, ജീവിച്ചോട്ടെ, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല എന്നെനിക്ക് ഒന്ന് പറയണം. ഷെഫി ഉസ്താദ് വിതുമ്പിക്കൊണ്ടിറങ്ങുമ്പോൾ അവൾ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ, ഉപ്പയോടൊന്ന് വരാൻ പറയൂ. എന്താ മോളെ? എന്താ മോളെ? ഉപ്പ, ഷെഫി ഉസ്താദിനോട് എനിക്ക് മാപ്പ് പറയണപ്പ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ മരണപ്പെട്ടാൽ പോലും എനിക്ക് പൊരുത്തമുണ്ടാവില്ലപ്പ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അദ്ദേഹത്തോടൊന്ന് പറയണം, എനിക്ക് മാപ്പ് പറയാനുണ്ട്. ഒന്ന് പറയണപ്പ, എനിക്ക് ഒരു നേരിട്ടൊന്ന് പറയാനാണ്. ഒന്ന് പറയൂപ്പ. മോളെ, അതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഒരിക്കലും അവൻ പരിഗണിക്കൂല. അതായത് അതിൻ്റെ ഒരു മൈൻഡ് അങ്ങനെ ആയിപ്പോയി. കുഞ്ഞിനെ കണ്ടല്ലോ, ഇനി അവർ പോയിക്കോട്ടെ, നിന്നെ കാണാൻ ഇനിയും വിളിക്കുന്നത് ശരിയല്ല. അവർ പോയിക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ, അവൻ്റെ കൂടെ ഇപ്പോൾ ഒരു പെണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മളിനി അവർ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഉപ്പ, എനിക്ക് ഒരു മാപ്പ് പറയാനാണ്, വേറൊന്നിനല്ല ഉപ്പ. എന്നാൽ ഉപ്പയുടെ ആ വാക്ക്, ഉപ്പയോട് പറഞ്ഞ ആ വാക്ക് ഉപ്പയുടെ മനസ്സിൽ അതിങ്ങനെ, എൻ്റെ കുട്ടി പറഞ്ഞൊരു വാക്ക് അതൊന്ന്. എന്നാൽ ഉപ്പ, എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ. അത് വിതുമ്പുന്ന മനസ്സോടെ അവൻ യാത്ര പറയുമ്പോൾ ഉപ്പ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ, പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ ഉപ്പ? ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മോനെ, എൻ്റെ മോള് വലിയ പാപം ചെയ്ത പെണ്ണാണ്. ശരിയാണ്, ഒക്കെ ശരിയാണ്. എൻ്റെ കുട്ടീൻ്റെ അടുത്ത് വന്ന കയ്യബദ്ധം എന്ന് ഞാൻ പറയുന്നില്ല. അതെ, ഞങ്ങളോളെ വിളിച്ചിട്ട് പോലും ഓള് പിന്നെയും അവൻ്റെ കൂടെ പോവുമായിരുന്നു. ഓൾ ആ സമയത്ത് ബുദ്ധിമോശമല്ല എന്ന് പറയാനാ. എന്നാൽ എൻ്റെ കുട്ടിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ടത്രേ. ഒന്ന് വരുമോ എൻ്റെ ഉസ്താദെ? ഒരൊറ്റ വട്ടം മാത്രം അവൾക്കൊരു മാപ്പ് പറയാനാണെന്ന് പറഞ്ഞു. ഷെഫി ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി. ഇനിയൊരിക്കലും സീനത്തിൻ്റെ മുഖം പോലും ഞാൻ കാണില്ല എന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ സഹർ ബത്തൂലിൻ്റെ മനസ്സിൽ സന്തോഷം. എൻ്റെ ഉസ്താദെ, പോയി നോക്കി. എന്നാൽ ഉമ്മയും പറഞ്ഞു, മോനെ, ഒന്ന് പോയി നോക്കി. എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടീൻ്റെ ഉമ്മന്നല്ലേ ഓള്. എല്ലാവരുടെയും നിർബന്ധത്തിന് ഷെഫി ഉസ്താദ് എല്ലാവരുടെയും മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഇനിയൊരിക്കലും ഞാൻ അവളെ ഫേസ് ചെയ്യില്ല, ഒരിക്കലും റബ്ബെ എൻ്റെ കൺമുമ്പിൽ അവളെ കാണരുത് എന്ന് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കോലായിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരികയും ഞാൻ പോവുകയും ചെയ്യാണ്. ഒരിക്കൽ പോലും ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ എന്നെ വിളിക്കേ, ഹേയ്, എന്തിനായിരിക്കും? ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും ബേജാറും എല്ലാം കൂടി കയറുന്നു. എന്നാൽ ഷെഫി ഉസ്താദിന് എന്ത് പറയണമെന്നറിയുന്നില്ല. ഉമ്മ, അത് ഞാൻ, ഉപ്പ, അതെനിക്ക് അവളെ കാണാൻ കഴിയില്ല ഉപ്പ. മോനെ, എന്ത് ചെയ്യാം? എൻ്റെ പൊന്നു മോള് അത്യധികം എന്നോട് കരഞ്ഞ് പറഞ്ഞതാണ് ഉപ്പ. ഒരൊറ്റ പ്രാവശ്യം ഇനി കാണണ്ട, ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി എനിക്ക് ഷെഫി ഉസ്താദിനൊന്ന് കാണണം എന്ന് പറഞ്ഞതാണ്. എൻ്റെ പൊന്നുമോൻ ചെല്ലേ, എന്തൊക്കെ തന്നെയാലും ഒരിക്കലും അവൾ നിങ്ങളുടെ കൂടെ പോവില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് വരില്ല. എന്നാൽ ഒന്ന് അവളുടെ വാക്കുകൾ കേൾക്കാനെങ്കിലും ഒന്ന് പോകണം. അങ്ങനെ അതാ സഹർ ബത്തൂലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് അതാ അവളുടെ അടുത്തേക്ക് പോവുകയാണ്, ഉപ്പ മുന്നിലായിട്ട്. മോനെ, അങ്ങനെ അതാ ആ വാതിൽ അവിടെ തുറന്നു. എന്നാൽ ആ ബെഡിൽ ഇരിക്കുകയായിരുന്ന സീനത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ സഹർ ബത്തൂലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗമാണ് അവൾ കണ്ടത്. ഒരു നിമിഷം അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അതെ, അവളുടെ മുഖത്തേക്ക് ശരിക്കും ഷെഫി ഉസ്താദിന് നോക്കാനേ കഴിഞ്ഞില്ല. കാരണം തന്നെ ചതിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് അവൾ. എല്ലാം നഷ്ടപ്പെട്ടു എന്നായപ്പോൾ അവളെ എന്തായാലും തിരിച്ചു കിട്ടി. പക്ഷേ ആ ഒരു കുറ്റബോധം, ആ ഒരു മനസ്സിനുള്ളത് ടെൻഷന് മാറുന്നില്ലായിരുന്നു ഷെഫി ഉസ്താദിനെ. എങ്കിലും ഷെഫി ഉസ്താദ് അങ്ങോട്ട് വന്നപ്പോൾ ഉപ്പ പറഞ്ഞു, മോളെ, എന്താണ് മോൾക്ക് പറയാനുള്ളത്? പറഞ്ഞോ. ഉസ്താദിനോട് ഒന്നും മറച്ചു വെക്കണ്ട, എന്ത് മനസ്സിനുള്ളിലുണ്ടെങ്കിലും തുറന്നു പറയാം. ആ പിതാവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഷെഫി ഉസ്താദും ബത്തൂലും ആ ഒരു കാഴ്ച കണ്ടു. എന്നാൽ ഷെഫി ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ
കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഉസ്താദേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പാപിയാണ്, ദോഷിയാണ്, വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മറ്റൊന്നുമല്ല, ഈമാൻ കിട്ടി മരിക്കുവാൻ വേണ്ടി മാത്രം. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു, ദോഷങ്ങൾ ചെയ്തു. അതിലെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ ഉസ്താദെ. പക്ഷേ എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷ മാത്രമായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നു. അൽഹംദുലില്ലാ, എൻ്റെ കുഞ്ഞ് ആരോഗ്യവാനായി പിറന്നിരിക്കുന്നു. അതെ ഉസ്താദിൻ്റെ കുഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈമാൻ കിട്ടി മരിക്കുവാൻ വേണ്ടിയിട്ട്. ദുനിയാവിൽ വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ലപ്പോൾ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾക്കെങ്കിലും നല്ല ജീവിതം കിട്ടട്ടെ. എൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു. ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. മരിക്കുമ്പോൾ എനിക്ക് ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മരണം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഉള്ളൊന്ന് പിടച്ചു. റബ്ബേ, പെട്ടെന്ന് മരണം ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് അനാഥമാവുമല്ലോ. എൻ്റെ കുഞ്ഞിന് പാലൂട്ടാൻ ആളില്ലാത്ത അവസ്ഥ ആവുമല്ലോ റബ്ബേ. ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ബത്തൂൽ അത് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് അവൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കൂ. അതെ, അങ്ങയെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞതല്ലേ. എന്നാൽ ഷെഫി ഉസ്താദിന് മിണ്ടുവാൻ കഴിയുന്നില്ല. എന്നാൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. ബത്തൂൽ ഒരു നിമിഷം മുന്നോട്ട് വന്നു. സീനത്ത്, നിങ്ങൾ വിഷമിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാക്കട്ടെ. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അതിന് തയ്യാറാകുമോ? ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടി. റബ്ബേ, എന്തായിരിക്കും പഠിച്ചോനെ അവൾ പറയുന്നത് എന്നുള്ള രീതിയിൽ. എന്നാൽ ഒരു നിമിഷം ആ പിതാവ് പറഞ്ഞു, മോളെ, നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹം മാത്രം മതി. നിങ്ങൾ ഇനി നല്ല രീതിയിൽ ജീവിച്ചോളൂ. ഇനി ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് എൻ്റെ മോള് വരില്ല. അതെ, അവളെ ഇനി ഞാൻ വിടാൻ മനസ്സില്ല എനിക്ക്. നിങ്ങൾ ജീവിക്ക്, സുഖസുന്ദരമായി ജീവിക്ക്. അള്ളാഹുവിൻ്റെ ഹൈറും ബർക്കത്തും നിങ്ങളിൽ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഷെഫി ഉസ്താദ് ഒന്നും ഉരിയാടാതെ മൗനം പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചുടു കണ്ണീർ തുള്ളികൾ ഒഴിച്ചിറങ്ങുന്നുണ്ട്. എന്നാൽ ആ കണ്ണീരിലുണ്ട് എല്ലാത്തിനുള്ള ഉത്തരവും. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് അദ്ദേഹം ഒന്നും ഉച്ചരിച്ചില്ല. അത് അല്ലെങ്കിൽ എന്തു പറയാനാ? മനസ്സിനുള്ളിലുള്ള വേദനകളും സങ്കടങ്ങളുമെല്ലാം ആ കണ്ണീർ തുള്ളികളായിട്ട് കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നു. ആ ഒരു രംഗം കണ്ട സീനത്തിന്, പഠിച്ചോനെ, എന്തിനാ റബ്ബേ ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് ഇത്ര മാത്രം കുടിപ്പിച്ച ഞാൻ എത്ര പാപിയാണല്ല. ഒരു ഭർത്താവിൻ്റെ കണ്ണുനീര് ഒരു പെണ്ണിൻ്റെ പ്രവൃത്തി കൊണ്ട് ആ കണ്ണിൽ നുറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തായിരിക്കും ശിക്ഷ? നരകമായിരിക്കും. അതെ, ഞാൻ നരകവാസിയായി പോവല്ലോ റബ്ബേ. എന്നാൽ ഒരിക്കൽ കൂടി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ കാല് ഞാൻ പിടിക്കാൻ ക്ഷമിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതെ, മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ദുനിയാവിൽ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു. ഷെഫി ഉസ്താദിന് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. നിശബ്ദനായി അദ്ദേഹം അതെല്ലാം കേട്ട് പുറത്തേക്ക് പോയി. എന്നാൽ സഹ്റ ബത്തുൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച്, എന്താ അങ്ങ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? അങ്ങ് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്നാൽ ആ പിതാവ് പറഞ്ഞു, പൊന്നു മോളെ, അവനക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അത് ആർക്കായാലും അങ്ങനെ തന്നെ, ഒരാൾക്കും മിണ്ടാൻ കഴിയില്ല. അത്രക്കും വേദന സഹിച്ച, അത്രക്കും മനസ്സ് വേദനിച്ച ഉസ്താദാണ് എൻ്റെ ഈ മരുമകൻ ഷെഫി ഉസ്താദ്. അവനെങ്ങനെ മിണ്ടാനാ? മക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക. ആ ഉപ്പ അവരെ യാത്രയക്കുമ്പോഴും അതായിരുന്നു പറഞ്ഞത്. എന്നാൽ ബത്തൂലിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇന്ന് എന്തായാലും രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയണം ഉറപ്പായിട്ടും എന്ന് തന്നെ അവൾ വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ന്യൂസ് കേട്ടു. അതായത് ഒരു ഉമ്മയും ഒരു ഉപ്പയും 3 മക്കളും, അതെ, ഉപ്പ 3 മക്കളെയും ഉമ്മയെയും കാറിൽ അടച്ചിട്ട് കാറ് ലോക്ക് ചെയ്ത് അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഞാനും എൻ്റെ ഭാര്യയും മക്കളും കത്തി ഇല്ലാതാവണം.
അതിപ്പോൾ ഇവിടെ കണ്ണൂർ എവിടെങ്ങ് നടന്നൊരു സംഭവമാണെന്ന് തോന്നുന്നു. കേട്ടപ്പോൾ റബ്ബേ വല്ലാത്തൊരു ഇടങ്ങാറിട്ട. കാരണം ആ പിഞ്ച് 3 മക്കൾ എന്ത് പിഴച്ചോ. ബാപ്പാക്ക് കടമുണ്ടായാലും കടഞ്ഞിപ്പോൾ ആരെങ്കിലും കൊടുക്കാണ്ടെങ്കിലും അവർ തമ്മിലങ്ങ് തീർക്കെന്നല്ലാതെ ഈ ഒന്നും അറിയാത്ത പാവപ്പെട്ട് നിരപരാധികളായ കുഞ്ഞു മക്കൾ എന്തിനാ റബ്ബേ അവറ്റുകളെ കൊല്ലുന്നത്? അത് കണ്ടപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയിട്ടോ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മക്കളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാര്യയും പരിക്കുകളോട് രക്ഷപ്പെട്ടു. അയാൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞ ഈ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ, ഈ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഈ മക്കള്, അവരെന്തിനാ റബ്ബെ കാറിലൊക്കെ ഇട്ട് പൂട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കണ്? എൻ്റെ റബ്ബെ എത്രമാത്രം വേദന സഹിക്കേണ്ടി വരും. ആ ഒരു ജീവൻ പോവോളം റബ്ബെ പെടയേണ്ടി വരൂലേ? പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. എന്തായാലും അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അള്ളാഹു അങ്ങനത്തെ ബുദ്ധിയൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ റഹ്മാനെ. കടങ്ങൾ വാങ്ങിയോല് തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ല. അത് ഈ മക്കൾ എന്തിൻ്റെ പേരിലാണ് കൊല്ലുന്നത്? അതാണ് അറിയാൻ കഴിയാത്തത്. പ്രിയപ്പെട്ടവർ, ഇതേ ഒരു സംഭവം കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലേ? അത് കരുതി കൂട്ടിയൊന്നല്ല. ഗർഭിണിയായിരിക്കുക, 10 മാസം ഗർഭിണി, ഹോസ്പിറ്റലിലേക്ക് എന്തോ അഡ്മിറ്റ് ആകാൻ പോവേ എന്തോ ആണ്. കാരണം ആ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് കാറിൻ്റെ ബാക്കിലായിട്ട്. ഫ്രണ്ടിൽ മരുമകനും മകളും ഇരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിന് തീ പിടിക്കായിരുന്നു. അത് പിന്നെ കരുതി കൂട്ടുന്നല്ല, സ്വാഭാവികമായിട്ട് എന്തോ പറ്റിയിട്ട് കാറ് കത്തുകയാണ്. എന്നാൽ റബ്ബേ വലിയൊരു തീഗോളമാകുന്നൊരവസ്ഥ. എങ്ങനെയൊക്കെയോ ആ മാതാവും പിതാവും വേറൊരാളും കൂടെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ പോവല്ലേ റബ്ബേ. അതിൻ്റെ വയറ്റിൽ പൂർണ്ണ ഗർഭിണിയായ, അതായത് ശരിക്കൊരു കുഞ്ഞുണ്ട്. ഓ എൻ്റെ റബ്ബേ ആലോചിച്ചൂടാ. അവരെങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടി ആ ഒരു ഡോറിൽ നിന്ന്. പക്ഷേ ആ പൊന്നു മോളിരിക്കുന്ന ആ ഡോറും അത് തുറക്കാൻ കഴിയണില്ല. അത് ഉരുകി ഒട്ടി ലോക്കായിപ്പോയി ആ ഫ്രണ്ട് ഭാഗം. അത് കഴിയണമെന്നില്ല. എത്രയ്ക്ക് ഒരുപാട് ശ്രമിച്ചു, കൈകളൊക്കെ പൊള്ളി ആ പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ? പിന്നെ പെട്രോളല്ലേ, അത്രക്കും ഫുൾ ടാങ്കൊക്കെ അടിച്ചു വരികയാണെങ്കിൽ റബ്ബേ അത് നിന്നങ്ങനെ കത്തുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ അല്ലാ. ഓ പഠിച്ചോനെ, ആ പെണ്ണിൻ്റെ വയറ്റിൽ 10 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. അത് പ്രസവിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ ആ പെണ്ണ് വെന്ത് പിന്നെ കുഞ്ഞും മരിക്കുന്ന രംഗം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ. അതിപ്പോൾ നമ്മളിപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഒരു സ്ത്രീയുടെ ഏറ്റവും അവസാനമായി ദ്രവിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത് ഗർഭപാത്രമാണത്ര. അത്രക്കും സുരക്ഷിതമായിട്ടാണ് ഇത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അവസാനമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഗർഭപാത്രമാണ്. ബാക്കിയെല്ലാം പോകും. 3-ാം ദിവസം കണ്ണുകൾ കൊഴിയും, മുടി കൊഴിയും, പല്ല് കൊഴിയും, എല്ലാം പോകുമല്ലോ. പക്ഷെ അവസാനമായിട്ട് ഗർഭപാത്രം ആണത്രേ. അപ്പോൾ ഈ ഒരു പെണ്ണിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴേ, ആ പെണ്ണ് 10 മാസം ഗർഭിണി, പൂർണ്ണ വളർച്ചെത്തിയ കുഞ്ഞ്. അതിങ്ങനെ കത്തി തുടങ്ങുമ്പോൾ റബ്ബേ ഡോർ തുറക്കാൻ കഴിയണില്ലല്ലോ. വെന്ത് മരിക്കണ അവസ്ഥയിൽ റഹ്മാനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അതേ ഒരു അവസ്ഥ ഉണ്ടാകേണ്ടതിന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും വയറ്റിലുള്ള കുഞ്ഞും ആ പെട്രോള് അതങ്ങോട്ട് കത്തിയിട്ട് ഒന്നായിട്ട് തീ ഗോളമായി മാറണം. എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും പഠിച്ചോനെ. അത് ആ വയറ്റിനുള്ളിൽ നിന്ന് കുഞ്ഞ് വരെ എല്ലാം കരിക്കട്ടകളായി പോയ ഒരവസ്ഥയായി പോയി. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ടൊക്കെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ്. അതുപോലെല്ലാം ഞങ്ങൾ തീ ഉപയോഗിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലാഹ് ഒരു നിമിഷം മതി തീ പിടിക്കാൻ. നിനക്ക് പഠിച്ചവനെ പൊള്ളലേറ്റം മരിക്കേണ്ട ഗതിയൊന്നും നീ ആർക്കും നീ വരുത്തല്ല അല്ലാ. ഇന്നിപ്പോൾ കരുതി കൂട്ടിയിട്ടാണ് ആ പിതാവ് ആ മക്കളെയും ഭാര്യയും തീയിട്ട് കൊല്ലാൻ നോക്കിയത്. പക്ഷെ അവസാനം അയാൾ മരണപ്പെട്ടു, മക്കളും ഭാര്യയും ബാക്കിയായി. എന്നാലും ആ മക്കളൊക്കെ മരിച്ചിരുന്നെങ്കിൽ എത്ര ഖേദമായിരുന്നു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അത് മാത്രം നമുക്ക് പറയാം. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ സ്വാഭാവിക മരണം മതി അല്ലാ. അതും ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യേ റഹ്മാനെ. ഞങ്ങൾക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടും നീ തരല്ല അല്ലാ. ശരിക്കും നല്ല രീതിയിൽ മരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്ക്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കുറച്ച് ലോങ് ആയി പോയില്ലേ ഞാൻ പറഞ്ഞത്. അതായത് എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു അവസ്ഥകൾ കണ്ടപ്പോഴേ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ച. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കഥകളിലും നിങ്ങൾ നീണ്ടു പോകുന്നുണ്ട്, എന്തൊക്കെയോ അങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഓരോ പാഠങ്ങളുണ്ട് കേട്ടോ. ആരൊക്കെ തന്നെ സ്വന്തം ഭർത്താവിനെ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് പോയാലും മക്കളെ കുറച്ച് ദിവസം ഉണ്ടാവും ആ ഒരു സുഖം. അതങ്ങോട്ട് കഴിയുമ്പോഴേ താനേ നമ്മളങ്ങോട്ട് പോരേണ്ട അവസ്ഥയായിരിക്കും. നമ്മൾ ആലിയാൻ്റെ കഥകൾ കേട്ടിട്ടില്ലേ? അതിലൊരു സഫീന എന്ന് പറഞ്ഞ പെണ്ണ്, അറിയണല്ലേ? അവരെല്ലാം ഉപേക്ഷിച്ച് പോയി. ഭർത്താവിനെ ഉപേക്ഷിച്ച് 3 കുട്ടികളെ ഉപേക്ഷിച്ച് പോയി. ലാസ്റ്റ് എന്തായി? കൊണ്ടുപോയി അവന് ഓളെ സ്വർണം പണവും ഒക്കെ വിറ്റ് തിന്ന് ലാസ്റ്റ് അവർ തമ്മിൽ അടിയായി. അവൾക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഭർത്താവിടെ വേറെ കല്യാണം കഴിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇബ്ലീസിൻ്റെ കെണികളിലൊന്നും പെടാതെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ മക്കളെയും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.